وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാമ അബൂ ജഅഫർ അത്ത്-തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് കൂടുതൽ അറിയിച്ച് പരിചയപ്പെടുത്തി കൊണ്ട് തുടർന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കിതാബില് അൽ അഖീദത്തു തഹാവിയ എന്ന പേരിൽ അറിയപ്പെട്ട മഹത്തായി കിതാബില് അദ്ദേഹം പറയുന്നു, ഹയ്യുൻ ലാ യമൂത്ത് ഖയ്യൂമുൻ ലാ യനാം. ഹയ്യുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുമെന്നും ജീവനുള്ളവനാണ്. ജീവൻ ഇല്ലാത്ത ഒരവസ്ഥ അള്ളാഹുവിന് മുമ്പ് ഉണ്ടായിട്ടേയില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ജീവൻ പോകുക, മരിക്കുക, വഫാത്താകുക എന്ന് പറയുന്ന ഒരവസ്ഥ വരാനും പോകുന്നില്ല. ഹയ്യുൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുമെന്നും പൂർണ്ണമായ ഹയാത്ത് എന്ന് പറയുന്ന ആ വിശേഷണം പൂർണ്ണമായ നിലക്ക് അതുള്ളവനാണ്, എന്നുമെന്നും ജീവനുള്ളവനാണ്. സൃഷ്ടികളുടെ അവസ്ഥ അങ്ങനെയല്ല. സൃഷ്ടികൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പിന്നീടങ്ങനെ ജീവനോടുകൂടെ ഈ ലോകത്ത് വന്ന് അവര് ഏത് നിമിഷം മരണത്തിന് കാത്തു നിൽക്കുന്നവരുമാണ്. മരിച്ചു പോകുന്നവർ, നശിച്ചു പോകുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുമെന്നും ജീവനുള്ളവനാണ്. ഹയാത്ത് എന്ന് പറയുന്ന ആ വിശേഷണം പൂർണ്ണമായ നിലക്ക് അതുള്ളവനാണ്. അതില്ലാത്തൊരവസ്ഥ അള്ളാഹുവിനുണ്ടായിട്ടേയില്ല. ഇനി ഈ ഒരു വിശേഷണം അള്ളാഹുവിന് നഷ്ടപ്പെടാനും പോകുന്നില്ല. അവൻ അള്ളാഹുവിനെ നഷ്ടപ്പെടാനും പോകുന്നില്ല. ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മരണപ്പെടുകയില്ല. സൃഷ്ടികൾ എല്ലാവരും മരിച്ചുപോകും. വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ, മനുഷ്യരും ജിന്നുകളും മറ്റുള്ള ജീവജാലങ്ങൾ മുഴുവനും മരണപ്പെട്ടു പോകും. അതേപോലെ ഖയ്യൂമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം അവന്റെ കാര്യങ്ങൾ കൊണ്ട് നിൽക്കുന്നവന്, സ്വയം അന്യാശ്രയനാണ്. മറ്റുള്ളവരിലേക്ക് യാതൊരു ആശ്രയവും ഇല്ലാത്തവനാണ്. സ്വയം പര്യാപ്തനാണ്. അല്ലാഹു സ്വയം പര്യാപ്തനാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നേർക്ക് നേരെ നടത്തി കൊണ്ടുപോകുന്നവനാണ്. അല്ലാഹുവിനൊരു സഹായികളുടെയും ആവശ്യം തന്നെയില്ല. മറ്റൊരാളിലേക്കും ഒരു സൃഷ്ടികളിലേക്കും യാതൊരു ആവശ്യവും അല്ലാഹുവിനില്ല. ഖയ്യൂം അൽ ഖായിമു ബിനഫ്സിഹി, അവന്റെ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് നോക്കി നടത്തി പോകുന്നവനാണ്. അതിന്റെയും പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നവനുമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവത്തിന്റെയും കാര്യങ്ങളെ നോക്കി നടത്തുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ യനാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഉറങ്ങുകയില്ല. ഉറക്ക് എന്ന് പറയുന്ന ആ ഒരു വിശേഷണം അള്ളാഹുവിനോട് യോജിച്ചതുമല്ല. അള്ളാഹു കുറച്ചു നേരം വിശ്രമിക്കാൻ പോയി സൃഷ്ടികളെ സമയത്ത് അവരുടെ കാര്യങ്ങൾ നടക്കാതെ നിൽക്കുക, ഇതില്ല. ഖയ്യൂമുൻ, അള്ളാഹു അവന്റെ കാര്യങ്ങൾ പൂർണ്ണമായി അത് നടപ്പാക്കുന്നവനാണ്. അൽ ഖായിമു ബിനഫ്സി, സ്വന്തം കാര്യങ്ങൾ അവനത് നോക്കി നടത്തുന്നവനാണ്.
അവന്റെ സൃഷ്ടികളുടെ മുഴുവത്തിന്റെയും കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി നടത്തി മുന്നോട്ട് പോകുന്നവനാണ്. ലാ യനാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഉറങ്ങുകയില്ല. ഉറക്ക് എന്ന് പറയുന്ന ആ ഒരു വിശേഷണം അത് അല്ലാഹുവിനോട് യോജിച്ചതുമല്ല. ലാ യംബഗി ലഹു അൻ യനാം, ഉറങ്ങൽ അല്ലാഹുവിന് യോജിച്ചതല്ല. സൃഷ്ടികളെ സംബന്ധിച്ച് ഉറക്കവർക്ക് അത്യാവശ്യമുള്ളതാണ്. ഒരാൾക്ക് ഉറക്കില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യത്തിന് എന്തോ കുറവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സൃഷ്ടികളെ സംബന്ധിച്ച് ആവശ്യത്തിന് ഉറങ്ങണം, അത് സൃഷ്ടികളുടെ പരിപൂർണതയാണ്. ആവശ്യത്തിന് ഉറക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ആ വ്യക്തി സുരക്ഷിതനാണ്, ആരോഗ്യമുള്ളവനാണ് എന്നതിന്റെ അർത്ഥം. ആവശ്യത്തിന് ഉറക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ സംബന്ധിച്ച് അവന്റെ ആരോഗ്യത്തിൽ എന്തോ വീഴ്ച കുറവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും ഉറക്ക് കിട്ടാതെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് ഉറക്കില്ല തന്നെ, അത് അവന് യോജിച്ചതുമല്ല. അല്ലാഹു ഉറങ്ങുകയുമില്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് ഉറക്ക് അവനുണ്ട് എന്ന് പറഞ്ഞത് കുറവാണ്, വീഴ്ചയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനത്തെ കുറവുകൾ വീഴ്ചകളൊന്നും തന്നെയില്ല, പിടിപെടുകയില്ല. അല്ലാഹു പരിപൂർണനാണ്. ആദ്യം പറഞ്ഞത് ഹയ്യുൻ ലാ യമൂത്ത് എന്നാണ്. അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, പരിപൂർണമായ അവസ്ഥയിൽ ഹയാത്തുള്ളവനാണ്. ഹയാത്തുഹു കാമിലത്തുൻ, അല്ലാഹുവിന്റെ ജീവൻ എന്ന് പറയുന്നത് പരിപൂർണ അളവിലാണ് അല്ലാഹുവിനുള്ളത്. ലാ യഅ്തരിഹാ നഖ്സുൻ വലാ നൗം, ഉറക്കോ മരണമോ അതല്ലെങ്കിൽ വല്ല കുറവും അതിൽ പിടിപെടുകയില്ല. ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹത്തായി രണ്ട് ഇസ്മുകൾ പരിശുദ്ധ ഖുർആനില് 3 സൂറത്തുകളില് തുടരെ വന്നിരിക്കുന്നു. അൽ ഹയ്യ് എന്ന് പറഞ്ഞതിന്റെ ഉടനെ തന്നെ അൽ ഖയ്യൂം എന്ന് പറയുന്നതും പരിശുദ്ധ ഖുർആനില് 3 സൂറത്തുകളിൽ. ഒന്ന് സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുൽ കുർസിയിൽ പറഞ്ഞത് തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത്. മറ്റൊന്ന് സൂറത്തു ആലു ഇമ്രാനിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് എന്ന് പറഞ്ഞ അതിന്റെ തുടക്കത്തിൽ തന്നെ. അതേപോലെ സൂറത്തു ത്വാഹയിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഇങ്ങനെ 2 ഉത്തമമായ ഈ നാമങ്ങൾ തുടരെ ഈ പറയുന്ന 3 സൂറത്തുകളിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. അവിടെ അൽ ഹയ്യ് എന്ന് പറയുന്ന വിശേഷണം പറഞ്ഞു. ആയത്തുൽ കുർസിയിൽ പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു പരിപൂർണമായ നിലക്ക് ഹയാത്തുള്ളവനാണ്. അൽ ഖയ്യൂം, അവന്റെ കാര്യങ്ങൾ അവൻ അത് നടത്തിക്കൊണ്ടുപോകുന്നവനാണ്, മറ്റൊരാളുടെ സഹായമോ ആശ്രയമോ ആവശ്യവുമില്ലാതെ. സൃഷ്ടികളുടെ കാര്യങ്ങൾ അതും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി മറ്റൊരാളുടെ യാതൊരു ആശ്രയവുമില്ലാതെ സഹായവുമില്ലാതെ മറ്റുള്ളവന്റെ സൃഷ്ടികളുടെ മുഴുവത്തിന്റെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സിനത്ത് പിടികൂടുകയില്ല, നൗമും പിടികൂടുകയില്ല. സിനത്ത് എന്ന് പറയുന്നത് ഗാഢമായ ഉറക്കിന്റെ മുമ്പ് നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഗാഢമായി ഉറക്കിന്റെ പൂർണ്ണതയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ തൂങ്ങി ഉറക്കുക എന്നൊക്കെ പറയുന്നു. ഉറക്കിലേക്ക് പോകും, വീണ്ടും ഉണരും, വീണ്ടും ഉറക്കിലേക്ക് പോകും, വീണ്ടും ഉണരുന്ന അവസ്ഥ. അങ്ങനെ പിന്നെ മനുഷ്യൻ പൂർണ്ണമായ ഗാഢമായ ഉറക്കിലേക്ക് പോകും. സിനത്ത് എന്ന് പറയുന്നത് ഉറക്കിന്റെ തുടക്കത്തിലുള്ള ഈ അവസ്ഥ, തൂങ്ങി ഉറക്ക്, അള്ളാഹുവിനെ പിടികൂടുകയില്ല.
അതേപോലെ തന്നെ ഉറക്കും അള്ളാഹുവിനെ പിടികൂടുകയില്ല. സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവരിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആദ്യത്തെ കൽപ്പന, റസൂലിനോട് തുടർന്നുകൊണ്ട് ഉമ്മത്തികളായ അവിടുത്തെ ഉമ്മത്തുകൾക്ക് പഠിക്കാൻ വേണ്ടി. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവരിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുക. മനുഷ്യന്മാരുടെ അവസ്ഥതല്ല, അവർക്ക് മരണം പിടികൂടും. ആവശ്യത്തിന് ഒരാൾ അവരെ ഏൽപ്പിച്ച് അവരെ പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ആള് മരിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഒരാൾ അവരടുത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ക്ഷീണിച്ച് ഉറക്കിലായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത തൂങ്ങി ഉറക്കിലായിരിക്കും. അള്ളാഹുവിന്റെ അവസ്ഥ ഇതൊന്നല്ല. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണം അവൻ ഒരിക്കലും പിടികൂടുകയില്ല. ഫനഫ അൻ നഫ്സിഹി അസ്സിന, അള്ളാഹു ആയത്തുൽ കുർസിയിൽ വലാ തഅഖുദുഹു സിനത്തുൻ, അള്ളാഹുവിനെ തൂങ്ങി ഉറക്കി പിടികൂടുകയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഉറക്കും അള്ളാഹുവിനെ പിടികൂടുകയില്ല എന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ഈ ആയത്തിൽ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരണം അള്ളാഹുവിനെ പിടികൂടുകയില്ല, മരണം അള്ളാഹുവിനെ പിടികൂടുകയില്ല. ഈ പറയുന്ന ആയത്തുകളുടെയൊക്കെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് അല്ലാമ അബൂ ജഅഫർ റഹ്മഹുല്ലാഹ് പറഞ്ഞ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരണപ്പെടുകയില്ല. ലികമാലി ഹയാത്തിഹി സുബ്ഹാന, അള്ളാഹുവിന്റെ ഹയാത്ത് എന്ന് പറയുന്ന ആ വിശേഷണത്തിന്റെ പൂർണ്ണതയുടെ മേലാണ് ഇത് അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ ഹയാത്ത്, ജീവൻ എന്ന് പറയുന്ന ആ വിശേഷണം അള്ളാഹുവിന് പൂർണ്ണ അളവിലാണ്, അതില്ലാത്തൊരവസ്ഥയില്ല. ഇനി അള്ളാഹുവിന് മരണം പിടികൂടുകയില്ല, മരണത്തിന്റെ മുമ്പ് ഉറക്ക് പിടികൂടുകയില്ല, തൂങ്ങി ഉറക്കുമൊന്നും അള്ളാഹുവിനെ പിടികൂടുകയില്ല. വന്നൗമു വന്നുആസു വൽ മൗതു നഖ്സുൻ ഫിൽ ഹയാത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ പറയുന്നതൊക്കെ അതൊരു കുറവാണ്, വീഴ്ചയാണ്. ഈ പറയുന്നതൊക്കെ സൃഷ്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അത് അവരെ സംബന്ധിച്ച് പൂർണ്ണതയുടെ മേലറിയിക്കുന്നതാണ്. ഉറക്ക് എന്ന് പറയുന്നത് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ശരീരം നമുക്ക് തരുന്ന സൂചനയാണ് തൂങ്ങി ഉറക്ക്. ശരീരം നമ്മോട് ആ സമയത്ത് ആവശ്യപ്പെടുന്നു, നിങ്ങളൊന്ന് വിശ്രമിക്കണം, നിങ്ങൾ ആ സമയത്തൊന്ന് വിശ്രമിക്കണം, ആശ്വാസം കൊടുക്കണം ശരീരത്തിന്, പീഡിപ്പിക്കരുതേ, വീണ്ടും വീണ്ടും നിങ്ങൾ ജോലി തുടർന്നുകൊണ്ട് അപകടം വരുത്തി വെക്കരുതേ. വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ ഗൗരവം വളരെ വ്യക്തമായി മനസ്സിലാകും. തൂങ്ങി ഉറക്കെ വന്ന് വീണ്ടും വണ്ടി ഓടിച്ചാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ, അപകടങ്ങൾ. അള്ളാഹുവിന്റെ ഫضല് കൊണ്ട് സൃഷ്ടികളായ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണിതൊക്കെ. ശരീരം ക്ഷീണിച്ചു എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തൂങ്ങി ഉറക്ക് വരിക, ഉറക്കനുഭവപ്പെടുക എന്നുള്ളത്. വിശപ്പുണ്ടെങ്കിൽ ശരീരത്തിന് ഭക്ഷണ വേണമെന്നുണ്ടെങ്കിൽ വിശപ്പ് അനുഭവപ്പെടും. ശരീരത്തിന് വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ദാഹം അനുഭവപ്പെടും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ഈ ശരീരത്തിനോട് നമുക്കുള്ള ചില ഹക്കുകളുണ്ട്. ഇന്നലി നഫ്സിക അലൈക ഹഖ്, നിന്റെ ശരീരത്തിന് നിന്റെ മേൽ ചില കടമകളുണ്ട്. ആ കടമകൾ അതിനാവശ്യമുണ്ട് എന്ന് നമുക്ക് നൽകുന്ന സൂചനയാണ്. സൃഷ്ടികളെ സംബന്ധിച്ചതൊക്കെ പരിപൂർണതയാണ്. വഹയാത്തുൽ മഖ്ലൂഖി നാഖിസത്തുൻ, സൃഷ്ടികൾക്കുള്ള ജീവൻ അത് കുറവും വീഴ്ചയും അതിൽ പോരായ്മയുള്ളതാണ്. ഫഹുവ യനാമു വയമൂത്ത്, സൃഷ്ടികളാണെങ്കിൽ ഉറങ്ങും, അതിന്റെ ചിലപ്പോൾ മരണപ്പെടും. ഈ പറയുന്ന ജീവന്റെ മുമ്പ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു, അത് കുറവാണ്. ഫന്നൗമു കമാലും ഫി ഹഖിൽ മഖ്ലൂഖ്, സൃഷ്ടികളെ സംബന്ധിച്ച് അത് പരിപൂർണതയാണ്, ആരോഗ്യത്തിന്റെ മേലറിയിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് അത് കുറവാണ്, വീഴ്ചയാണ്, കുറവാണ്. ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടുകയില്ല. ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ അറിയിച്ചു. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഇബ്നു മാജ പോലത്തെ പണ്ഡിതന്മാരൊക്കെ, ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ, ഇബ്നു മാജയും അദ്ദേഹമല്ലാത്ത ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖാല ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖംസി കലിമാത്തിൻ, 4 വചനങ്ങൾ, 4 കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിൽ ഖുതുബ പറയുന്ന ആളായി കൊണ്ടുനിന്നു. ഫഖാല,
എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം, ഇന്നല്ലാഹ ലാ യനാം, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല. വലാ യംബഗി ലഹു അൻ യനാം, ഉറങ്ങുക എന്നുള്ളത് അള്ളാഹുവിന് യോജിച്ചതുമല്ല. അത് അള്ളാഹുവിന്റെ പൂർണ്ണതയ്ക്ക് എതിരാണ്, അള്ളാഹുവിന്റെ പരിപൂർണതയ്ക്ക് എതിരാണ് ഉറക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവനോട് യോജിച്ചതേ അല്ല. യഖ്ഫിളുൽ ഖിസ്ത വയർഫഉഹു, തുലാസിനെ, ആളുകളുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനെ അള്ളാഹു താഴ്ത്തുകയും ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിലേക്ക് വെക്കുന്ന വിഭവങ്ങൾക്കനുസരിച്ച് അതിന്റെ തട്ടുകളെ, തുലാസിന്റെ തട്ടുകളെ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും. നന്മ കൂടുതൽ ചെയ്ത ആളാണെങ്കിൽ അവന്റെ തുലാസിന്റെ നന്മയുടെ തട്ടിനെ താഴ്ത്തും, തിന്മയുടെ തട്ട് ഉയർത്തും. തിന്മ കൂടുതൽ ചെയ്ത ആളുകളാണെങ്കിൽ അവരുടെ തിന്മയുടെ തട്ടിനെ താഴ്ത്തും, നന്മയുടെ തട്ടിനെ ഉയർത്തും. അള്ളാഹു നിരന്തരം ഇത് ചെയ്തുകൊണ്ട് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അള്ളാഹുവിന് ഇതുപോലത്തെ കാര്യങ്ങൾ, സൃഷ്ടിയുടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. ക്ഷീണോ, ഉറക്കോ, മറവിയോ, മരണമോ ഉന്നതനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിടികൂടുകയില്ല. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, അടിമകൾ രാത്രി ചെയ്യുന്ന അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. പകല് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മുമ്പ് അത്ര വേഗതയിൽ അള്ളാഹുവിലേക്ക് ഈ അമലുകളെ ഉയർത്താൻ വിശ്വസ്തരായ ഉത്തരവാദിത്തപ്പെട്ട മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. പകൽ ചെയ്യുന്ന അമലുകളുടെ മുമ്പ് തന്നെ അടിമകൾ രാത്രി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അള്ളാഹു ഇതറിയാത്തത് കൊണ്ടല്ല, അവന്റെ നീതിബോധം കൊണ്ട്, അത്രയും നീതിയുക്തമായിക്കൊണ്ട് അതിന് ഉത്തരവാദപ്പെട്ട ആളുകളെ, വിശ്വസ്തരായ സത്യസന്ധരായ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ, പകൽ സമയത്ത് അടിമകൾ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. രാത്രിയുള്ള അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അടുത്ത് ആശയക്കുഴപ്പോ കൂട്ടിക്കുഴക്കലോ അവ്യക്തതയോ ഈ കാര്യങ്ങളിലൊന്നും ഇല്ല എന്നർത്ഥം. ഹിജാബുഹുൻ നൂർ, അവന്റെ സൃഷ്ടികളിൽ നിന്ന്, അവരുടെ സൃഷ്ടികളുടെ ദൃഷ്ടി കൊണ്ട് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാതെ അവനെ മറച്ചു നിർത്തുന്നത് പ്രകാശമാണ്. സൃഷ്ടികളായ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള മറ പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖി, ആ മറയെങ്ങാനും അള്ളാഹു അതിനെ നീക്കിയാൽ, സൃഷ്ടികളായ നമ്മുടെയും അള്ളാഹുവിന്റെ ഇടയിലുള്ള മറയെ അള്ളാഹു, ആ പ്രകാശത്തിന്റെ മറയെ നീക്കിയാൽ ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുഖത്തിന്റെ ആ ഗാംഭീര്യം, അതിന്റെ മഹാത്മ്യം, അതിന്റെ ഔന്നിത്യം അത് കരിച്ചു കളയും. മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന്റെ കണ്ണ് എങ്ങോട്ടൊക്കെ എത്തിയത് മുഴുവത്തിനെയും, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവത്തിലേക്കും അള്ളാഹുവിന്റെ കണ്ണ് എത്തുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രയാസം സൃഷ്ടികൾക്കില്ലാതെ അള്ളാഹുവിനെ മറച്ചു നിർത്തുന്നത് പ്രകാശമാണ്. ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിലേക്ക് ദർശിക്കാൻ, കാണാൻ, ആ അള്ളാഹുവിനെ, അവന്റെ ആ സൃഷ്ടികളും അവനും തമ്മിലുള്ള ആ ഒരു കാഴ്ചയെ അത് താങ്ങാൻ സൃഷ്ടികൾ പ്രാപ്തരല്ലാത്തത് കൊണ്ട് അള്ളാഹു പ്രകാശം കൊണ്ട് അത് മറച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ മരണപ്പെട്ടതിന്റെ ശേഷം, സ്വർഗത്തിലെത്തിയതിന്റെ ശേഷം മുഅ്മിനീങ്ങളായ അവന്റെ അടിമകൾക്ക് അവനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു തൗഫീഖും കഴിവും അള്ളാഹു സുബ്ഹാനഹു നൽകുമ്പോൾ അവിടെ വെച്ച് കാണാൻ കഴിയും. ഈ ലോകത്തുള്ള ഒരു ശക്തിയോ ഈ ലോകത്തുള്ള ഒരു പവറോ കഴിവോ കപ്പാസിറ്റിയോ ആയിരിക്കുകയില്ല സ്വർഗത്തിലുള്ളത്. എന്നല്ലാതെ ഒരിക്കലും അള്ളാഹുവിനെ കാണുകയില്ല എന്നൊന്നും ഈ പറയുന്ന ഹദീസിലില്ല. ഈ ലോകത്ത് വെച്ച് സൃഷ്ടികളായ ആളുകൾ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് മറയായിട്ടുള്ളത് പ്രകാശമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല, ഉറക്ക് അവന് ഒരിക്കലും യോജിച്ചതുമല്ല എന്ന്. പിന്നെ അതിന്റെ ശേഷം പറഞ്ഞു അൽ ഖയ്യൂം, അല്ലാഹു ഖയ്യൂമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തനാണ്.
അവന്റെ കാര്യങ്ങൾ മുഴുവനും അവന് നടത്തിക്കൊണ്ടുപോകുന്നവനാണ്, മറ്റൊരാളുടെ സഹായവും ആശ്രയവുമില്ലാതെ. അതേപോലെ സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്നവനുമാകുന്നു. അൽ ഖായിമു ബിനഫ്സിഹി വൽ മുഖീമു ലിഗൈരിഹി. അല്ലാഹു സ്വന്തം അവന്റെ കാര്യങ്ങൾ കൊണ്ട് നോക്കി നിന്നു പോകുന്നവനാ. ഒരാളുടെ സഹായം അല്ലാഹുവിന് ആവശ്യമില്ല, മറ്റൊരാളിലേക്ക് യാതൊരു ആശ്രയവുമില്ല. വൽ മുഖീമു ലിഗൈരിഹി, അവന്റെ സൃഷ്ടികളുടെ ഓരോ സൃഷ്ടികളുടെയും കാര്യങ്ങളെ അല്ലാഹു നോക്കി നടത്തുന്നവനുമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ ഓരോന്നിനും, മനുഷ്യരുടേതും അതല്ലാത്ത എല്ലാ സൃഷ്ടികളുടെയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി നടത്തുന്നവനാണ്. ഫലാ യഹ്താജു ഇലാ ഷൈഇൻ, മറ്റൊരാളുടെ സഹായത്തിലേക്കോ മറ്റൊരാളുടെ ഉപദേശ നിർദ്ദേശങ്ങളിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആവശ്യമില്ല. വഗനിയ്യുൻ അൻ കുല്ലി ഷൈ, മറ്റുള്ള എല്ലാ സൃഷ്ടികളിലും അല്ലാഹു അന്യാശ്രയനാണ്, സ്വയം പര്യാപ്തനാണ്. അൽ മുഖീമു ലിഗൈരിഹി, മറ്റുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നവനുമാണ്. കുല്ലു ഷൈഇൻ ഫഖീറുൻ ഇലൈ, എല്ലാവരും അല്ലാഹുവിലേക്ക് അത്യാവശ്യക്കാരാണ്, ദരിദ്രരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ മുഴുവനും ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിലേക്ക് അത്യാവശ്യക്കാരാണ്, ദരിദ്രരാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അല്ലാഹുവിലേക്ക് അത്യാവശ്യക്കാരാണ് നിങ്ങൾ, ദാരിദ്ര്യത്തോടുകൂടെ ആവശ്യക്കാരായി കാത്തു നിൽക്കുന്നവരാണ്. വല്ലാഹു ഹുവൽ ഗനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാകുന്നു സ്വയം പര്യാപ്തൻ, അന്യാശ്രയൻ, മറ്റുള്ളവരിലേക്കൊരു ആശ്രയവും ഇല്ലാത്തവൻ അവൻ മാത്രമാണ്. യഹ്താജു ഇലാ ഇഖാമതിഹി ലഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തൽ അത്യാവശ്യമാണ് നമുക്ക്. നമ്മുടെ ഓരോ കാര്യങ്ങളും, അവന്റെ സൃഷ്ടികൾ ഓരോരുത്തരുടെയും വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ചേ അത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും സ്ഥിതി അതാണ്, മറ്റുള്ള ഓരോ സൃഷ്ടികളുടെയും അവസ്ഥ ഇതാണ്. ഫലൗലാ ഇഖാമത്തുല്ലാഹി ലിസ്സമാവാതി വൽ അർളി വൽ മഖ്ലൂഖാത്ത്, ആകാശങ്ങളെയോ ഭൂമികളെയോ മറ്റുള്ള സൃഷ്ടികളെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് അതിനെ നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ലതദമ്മറതു വഫരിയത്, അതൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണമാകുമായിരുന്നു, അതൊക്കെ നശിക്കുമായിരുന്നു. ഇന്നല്ലാഹ യുംസികു സ്സമാവാതി വൽ അർള അൻ തസൂല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും അത് നീങ്ങിപ്പോകാതെ പൊടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിച്ച് പിടിച്ച് ബാലൻസ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വല ഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദ്, അതെങ്ങാനും അതിന്റെ ശരിയായ ദിശയിൽ നിന്ന് അതെങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കരുതിയാൽ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അതിനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. നമുക്കറിയുന്നതാണ് ഭൂമികുലുക്കങ്ങൾ. അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ലോകത്ത് മനുഷ്യന്മാർ കണ്ടുവച്ച് അവർ നേടിയെടുത്തു എന്ന് പറയുന്ന ഒന്നുകൊണ്ടു തന്നെ അതിനെ നിയന്ത്രിക്കാനോ അതിന്റെ ശരിയായ ദിശയിൽ ഉറപ്പിച്ചു നിർത്തി അതിന്റെ മുകളിലുള്ള സൃഷ്ടികൾക്ക് സുരക്ഷ ഒരുക്കാനോ ഒരുത്തനും ഇതുവരെ സാധ്യമായിട്ടില്ല. അത് ഓരോന്ന് കഴിയുമ്പോൾ അതിലേറെ ശക്തമായി മറ്റൊന്ന് ഈ ലോകത്ത് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നിയന്ത്രിച്ച് പിടിച്ച് ഭദ്രമാക്കി സുരക്ഷിതമാക്കി കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുകളിലുള്ള സൃഷ്ടികൾ സുരക്ഷിതരായി പോകുന്നു എന്ന് മാത്രം. ഇന്നല്ലാഹ യുംസികു സ്സമാവാതി വൽ അർള അൻ തസൂല വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദി. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ആയത്തിൽ ഈ ആകാശഭൂമികളൊക്കെ അതിന്റെ ശരിയായ ദിശയിൽ നിന്നൊന്ന് തെറ്റിയാൽ ഒന്നര നീങ്ങിയാൽ ഒരാൾക്കും അതിനെ പിടിച്ചുവെച്ച് അതിന്റെ മുകളിലുള്ള സൃഷ്ടികൾക്ക് സുരക്ഷ ഒരുക്കാൻ സാധ്യമാവുകയില്ല എന്ന്. ഇതാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഹയ്യുൻ ലാ യമൂത്ത് ഖയ്യൂമുൻ ലാ യനാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ രണ്ട് ഇസ്മുകളാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ഈ രണ്ട് ഇസ്മിനെ കുറിച്ച് ഹദീസുകളിൽ മറ്റു സ്ഥലങ്ങളിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ
അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലുൻ യുസല്ലി, അപ്പൊ അവിടെ പരിസരത്തിരുന്ന് പള്ളിയിൽ ഒരാൾ വന്ന് നിസ്കരിക്കുന്നുണ്ട്. ഫർളായിരിക്കോളം എന്നില്ല, സുന്നത്തൊക്കെ ആയിരിക്കാം. സുമ്മ ദഅ, അങ്ങനെ പിന്നെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിന്റെ ശേഷം ആ മനുഷ്യൻ സുമ്മ ദഅ, പിന്നീട് അദ്ദേഹം ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ്. അത്തഹിയാത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറഞ്ഞു. അതിന്റെ ശേഷം അയാൾ ദുആ ചെയ്തു. സലാം വീട്ടിയതിന്റെ ശേഷമല്ല, അത്തഹിയാത്തിന്റെ അവസാന ഭാഗത്ത് ദുആ ചെയ്യാനുള്ള ആ സമയത്ത് ദുആ ചെയ്തു. ഹദീസിന്റെ റിപ്പോർട്ടുകളിൽ, മറ്റുള്ള റിപ്പോർട്ടുകളിൽ അങ്ങനെ തന്നെയുണ്ട്. അദ്ദേഹം തശഹൂദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് പറഞ്ഞു, സുമ്മ ദഅ, പിന്നീട് അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആയുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ്. അല്ലാഹുവേ, അല്ലാഹുവിനോട് തവസ്സുലാക്കി, അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഇടയിൽ കൂട്ടിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് മഹത്തായ നിലകൾ ദുആയുടെ അദബുകളിൽപ്പെട്ട മഹത്തായ ഒരു അദബാണിത്. അതല്ലാതെ ഔലിയാക്കളെയും ഖബറുകളെയും ജാറങ്ങളെയും ദർഗകളെയും ഖുറാഫികളായ ആളുകൾ തവസ്സുലാക്കുന്ന അതല്ല, സഹായം അവരോട് തേട്, അതല്ല ശരിയായ തവസ്സുൽ. നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളും വിശേഷണങ്ങളും എടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ്. അള്ളാഹുവേ, നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, എല്ലാ സ്തുതിയും നിനക്കാണ്. ലാ ഇലാഹ ഇല്ലാ അൻത്, ആരാധനക്കർഹനിൽ നീയല്ലാതെ മറ്റൊന്നുമില്ല. അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ്. ഈ പറയുന്ന അള്ളാഹുവിന്റെ അസ്മാവുകളൊക്കെ എടുത്തു പറഞ്ഞതിന്റെ ശേഷം യാ ദുൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം, ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അദീം. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം കൊണ്ടാണ് ദുആ ചെയ്തത്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. ഒരാള് അങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം കൊണ്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. വഇദാ സുഇല ബിഹി അഅ്താ. ആ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ ചോദിച്ച കാര്യങ്ങൾ, അള്ളാഹു അവന്റെ ദുആക്ക് അവൻ ചോദിച്ച കാര്യങ്ങൾ നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ചോദിച്ച കാര്യങ്ങൾ നൽകുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കറബഹു അംറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും മാനസികമായി പ്രയാസം നേരിട്ടാൽ, ചില വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് താങ്ങാൻ കഴിയാതെ നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയലുണ്ടായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. മാനസികമായ സംഘർഷങ്ങൾ, താങ്കയ്യാത്ത പ്രയാസങ്ങൾ, ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന മഹത്തായ ഒരു ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആദ്യം പറഞ്ഞ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദുൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഈ പറയുന്ന യാ ഹയ്യു യാ ഖയ്യൂം, ഈ രണ്ട് ഹദീസുകളിൽ കൂടെ മഹത്തായ ഈ ഹദീസിനെ കുറിച്ച്, മഹത്തായ ഈ ഇസ്മുകളെ കുറിച്ച് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞതുമാണ് നമ്മൾ കേട്ടത്. ഇസ്മുൽ ആളം ഏതാണ്, അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം ഏതാണ് എന്ന കാര്യത്തിൽ ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ 10-11 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരാ വിഷയത്തിൽ. അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം ഇന്നതാണെന്നുള്ള കാര്യത്തിൽ 10-11 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഈ പറയുന്ന പല ഹദീസുകളുടെയും വെളിച്ചത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയിലേക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി അള്ളാഹു എന്ന് പറയുന്നതാണ് അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം എന്നുള്ളതിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അള്ളാഹ്, അത് തന്നെയാണ് ഇസ്മുൽ ആളം. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ളതാണ് ഇസ്മുൽ ആളം എന്ന അഭിപ്രായമുണ്ട് ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്. പക്ഷേ കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം അള്ളാഹു എന്നുള്ളത് തന്നെയാണ്.
എന്നാൽ ഇന്നത് തന്നെയാണ് ഇസ്മുൽ ആളം എന്നുള്ളതിന് വ്യക്തമായി. കാരണം ഹദീസുകളിൽ ഇത് വന്നു, മറ്റുള്ളതും വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് ഇസ്മുൽ ആളം എന്നുള്ളത് വ്യക്തമായി വന്നത് പണ്ഡിതന്മാർ ഖണ്ഡിതമായി പറയുന്നില്ല. ഈ പറയുന്ന ഏകദേശം പ്രാമുഖ്യമുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ എല്ലാ പേരുകളും ഉത്തമമായതാണ്. അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്ത് കൊണ്ട് വിളിച്ചു പറയാൻ, അള്ളാഹു വിളിച്ച് ദുആ ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ നാമങ്ങൾ മുഴുവനും ഹുസ്നയാണ്, ഏറ്റവും നല്ലതാണ്, പരിപൂർണമായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകൾ കൊണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യും. പിന്നെ ഇസ്മുൽ ആളം കൊണ്ട് തന്നെ ഒരാൾ ദുആ ചെയ്തു എന്നുണ്ടെങ്കിൽ അവന്റെ ദുആക്കുള്ള ആദാബുകൾ, മര്യാദകൾ, ഇഖ്ലാസ്, അവന്റെ ഹൃദയ സാന്നിധ്യം, അവന്റെ പ്രതീക്ഷ, അള്ളാഹുവിൽ അവൻ ചോദിക്കുന്ന കാര്യത്തിലുള്ള ഇൽഹാ, നിർബന്ധിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക, ഇതുപോലത്തെ ആദാബുകളും ദുആക്ക് ഉത്തരത്തിന് തടയുന്ന കാര്യങ്ങളിൽ മാറി നിൽക്കുകയും ചെയ്താലേ അള്ളാഹുവിന്റെ ഏത് ഇസ്മു കൊണ്ടായാലും ദുആ ചെയ്യുകയാണെങ്കിലും അതിന് ഫലങ്ങൾ കാണുകയുള്ളൂ. ഹറാമായത് ഉപയോഗിക്കുകയോ ഭക്ഷിക്കുകയോ, അതല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുകയോ, അതല്ലെങ്കിൽ അക്രമം കൊണ്ടോ കുടുംബബന്ധം മുറിക്കൽ പോലത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നുള്ള അല്ലാത്ത, അതുപോലെ ദുആയിൽ പരിധി വിട്ടുകടക്കാത്ത നിലക്കുള്ള ദുആയുടെ ആദാബുകൾ, മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏത് ഇസ്മുകൾ കൊണ്ട് ദുആ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആക്ക് ഉത്തരം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ ഇന്ന പേരുകളാണ് ഇസ്മുൽ ആളം എന്ന് ഖണ്ഡിതമായ നിലക്ക് ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ വന്നതായിട്ട് പണ്ഡിതന്മാരങ്ങനെ പറയില്ല. അഭിപ്രായങ്ങൾ കൂടുതൽ സാധ്യത ഇതിനാണ് എന്ന് പറയലുണ്ട് എന്ന് മാത്രം, കൂടുതൽ ഇതാണ് എന്ന് പറയലുണ്ട് എന്ന് മാത്രം. ഇജാബത്തു ദുആഇ ഇന്നമാ തകൂനു ബിഇഹ്ദാ സലാസ്, ദുആക്ക് ഉത്തരം കിട്ടുന്നത് തന്നെ 2-3 നിലക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് അറിയിച്ചിരുന്നതാ. ഒന്നിരിക്കൽ നമ്മൾ ഏതാവശ്യമാണോ അള്ളാഹുവിനോട് തേടി ആ ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി തരും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിപത്ത് നമ്മിൽ നിന്ന് തട്ടിമാറ്റി ഒഴിവാക്കി തരും ഈ ദുആയുടെ ഫലം കാരണം. അതുമല്ലെങ്കിൽ ഈ പറയുന്ന ദുആയുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലേറെ ഖൈറായ പ്രതിഫലം ഖിയാമത്ത് നാളിൽ നൽകാൻ വേണ്ടി നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. ഏതാണെങ്കിലും ഈ പറയുന്ന ദുആയുടെ ആദാബുകൾ, മര്യാദകൾ ഒരാൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന്റെ ദുആ സ്വീകരിക്കും. അബ്ദുൽ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല ലിഇബാദിഹി ഉദ്ഉല്ലാഹ് അവ ഉദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചു ദുആ ചെയ്തു, അല്ലെങ്കിൽ യാ റഹ്മാൻ എന്ന് വിളിച്ചു ദുആ ചെയ്തു, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം ഏത് വിളിച്ചു ദുആ ചെയ്താലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ പേരുകൾ മുഴുവനും ഉത്തമമായതാണ്, ഉന്നതമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന്റെ ദുആയുടെ ആദാബുകളും മര്യാദകളും പാലിച്ചതിനനുസരിച്ച് അതിനുള്ള പ്രതിഫലങ്ങൾ അവന് നൽകാതിരിക്കുകയില്ല. ദുആ എന്ന് പറയുന്ന മഹത്തായ ഇബാദത്താണ്. അത് മുഅ്മിനായ ഒരു മനുഷ്യനിൽ നിന്ന് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരിക്കലും അവന് പാഴാക്കി കളയുകയില്ല, അവനത് പാഴാക്കി കളയുകയില്ല. തുടർന്നുകൊണ്ട് അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖാലിഖുൻ ബിലാ ഹാജത്തിൻ റാസിഖുൻ ബിലാ മുഅനത്തിൻ, അതല്ലെങ്കിൽ ബിലാ മഊനത്തിൻ, 2 നിലക്കും. ഖാലിഖുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവാകുന്നു, സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ബിലാ ഹാജത്തിൻ, അല്ലാഹുവിന് ആവശ്യമുണ്ടായിട്ടൊന്നല്ല, സൃഷ്ടികളിലേക്ക് ആവശ്യമുണ്ടായിട്ട് സൃഷ്ടിച്ചതൊന്നുമല്ല. സൃഷ്ടികളായ ആരിലേക്കും അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. മനുഷ്യരായ ആളുകൾ ചില സാധനങ്ങളൊക്കെ അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് അവർക്കത് ആവശ്യമുണ്ടായിട്ടായിരിക്കും. നമ്മൾ ഒരു കസേര ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു മേശയുണ്ടാക്കുകയാണെങ്കിൽ, ഒരു വാഹനം ഉണ്ടാക്കുകയാണെങ്കിൽ, വീടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടായിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക. നമുക്കതുകൊണ്ട് ആവശ്യമുണ്ടാകും, അതല്ലെങ്കിൽ ആളുകൾക്ക് അത് കൊടുത്തിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആവശ്യമുണ്ടായിട്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചത് ബിലാ ഹാജത്തിൻ, യാതൊരു ആവശ്യവുമില്ലാതെ. അല്ലാഹു തആലക്ക് യാതൊരു ആവശ്യവുമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടികളെ ജിന്ന ഇൻസിനെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം താല്പര്യം പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്ന ഇൻസ് വർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, ഒരു ഭക്ഷണം വിഭവം ഞാൻ അവരിൽ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിന് ചെലവിന് കൊണ്ടേ കൊടുക്കാനോ, അള്ളാഹുവിന് സംഭാവന കൊടുക്കാനോ, അള്ളാഹുവിന് സഹായികളായിട്ട് നിൽക്കാനോ ഒന്നുമല്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, എല്ലാവർക്കും വേണ്ടുന്ന വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണ്. അള്ളാഹു റസ്സാഖാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ മനുഷ്യ സഹജമായി നമ്മുടെ പിഷ്കത്തരം കൊണ്ടും നമ്മുടെ ബലഹീനത കൊണ്ടും നമ്മുടെ നിസ്സഹായത കൊണ്ടും നമ്മുടെ ആർത്തി കൊണ്ടൊക്കെ ഒരു തോന്നൽ, അള്ളാഹു എല്ലാവർക്കും റിസ്ക് വിഭവങ്ങൾ കൊടുക്കുന്നു വേണ്ടതിനുള്ള കഴിവൊക്കെ അള്ളാഹു തആലക്കുണ്ടോ, അതിനൊക്കെ കഴിയോ? ആ ഒരു സംശയം സ്വാഭാവികമായിട്ടും പലരുടെയും മനസ്സിൽ വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഹുവർ റസ്സാഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു ദുൽ ഖുവ്വത്തിൽ മതീൻ, കുറ്റമറ്റ ശക്തിയുടേവനാണ്, അതിശക്തനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി അവന് നിർവഹിക്കാൻ കഴിയും. ആവശ്യങ്ങൾ സൃഷ്ടികളിലേക്ക് യാതൊരു ആവശ്യം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അതല്ലാതെ അള്ളാഹുവിന് ഉണ്ടാക്കി കൊടുക്കാനോ നമ്മൾ സംഭാവന ചെയ്തിട്ട് ദാനധർമ്മം ചെയ്തിട്ട് നമ്മൾ സൃഷ്ടികളായി നിന്ന് അള്ളാഹുവിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ബിലാ ഹാജ, യാതൊരു ആവശ്യമില്ലാതെ. റാസിഖുൻ ബിലാ മുഅ്നത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വേണ്ടുന്ന വിഭവങ്ങൾ നൽകുന്നവനാണ്. സൃഷ്ടികൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന വിഭവങ്ങൾ നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അർ-റസ്സാഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ നൽകുന്നവനാണ്. വിശാലമായ അർത്ഥത്തിൽ, ആവശ്യത്തിൽ വിശാലമായ നിലയ്ക്ക് ധാരാളം നമുക്കത് നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയാം റിസ്ക്കുകൾ, വിഭവങ്ങൾ എത്രയാണ് ഓരോരുത്തരുടെയും വീടുകളിൽ, കടകളിൽ, മറ്റുള്ള സ്ഥലങ്ങളിൽ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, എല്ലാവർക്കും അറിയുന്നത്. ബിലാ മുഅ്നത്തിൻ എന്ന് പറഞ്ഞ് യാതൊരു പ്രയാസവും കഷ്ടപ്പാടും ഇല്ലാതെ തന്നെ അത് നൽകുന്നവനാണ്. നമ്മളൊക്കെ കുടുംബം പോറ്റുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടും ത്യാഗം സഹിച്ചുകൊണ്ടാണ്. നമ്മളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ്, ദുരിതം സഹിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസം ബുദ്ധിമുട്ടില്ലാതെ എല്ലാ അടിമകൾക്കും വേണ്ടുന്ന റിസ്ക് നൽകുന്നവനാണ്. അതേപോലെ തന്നെ മഊനത്തി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ റിസ്ക് നൽകുന്നത് കൊണ്ട് അള്ളാഹിന്റെ അടുത്തുള്ള ഒന്നും കുറയണമില്ല, ഒന്നും കൂടുതൽ നേടണമില്ല. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കും കുറച്ചത് കുറക്കാൻ വേണ്ടിയിട്ട്, കൂടുതലുണ്ടാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്ന് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുത്തിട്ട് കുറയാൻ പോണില്ല അവിടെ. ചില ആളുകൾ കൊടുക്കും കൂടുതൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ നേടാൻ വേണ്ടിയിട്ട്. ചില ആളുകളൊക്കെ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് സംഭാവന ചെയ്യുന്ന ആളുകൾ അല്പം കൊടുത്തിട്ട് പബ്ലിസിറ്റി ചെയ്ത് അതിന്റെ ഇരട്ടിമിരട്ടി ഗവൺമെന്റുകളിൽ നിന്ന് വേറെ നിലക്ക് അവർക്കും അവരുടെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കും ചില ആളുകൾ, അവർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പണിയില്ല. സൃഷ്ടികളിൽ നിന്ന് കൂടുതൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുകയല്ല. റാസിഖുൻ ബിലാ മുഅ്നത്തിൻ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസമില്ലാതെ വിഭവങ്ങൾ നൽകുന്നവനാണ്. റാസിഖുൻ ബിലാ മഊനത്തിൻ, ഉള്ളത് കുറക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ കൂടുതൽ സൃഷ്ടികൾ ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ടോ നൽകുന്നവനല്ല, അതൊന്നും ഇല്ലാതെ വിഭവങ്ങൾ നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹുവല്ലദീ ഖലഖൽ ഖൽഖ വഹുവ ലൈസ ബിഹാജത്തിൻ ഇലൈഹിം, സൃഷ്ടികളിലേക്ക് യാതൊരു ആവശ്യമില്ല അല്ലാഹു തആലക്ക്, അതോടുകൂടെയാണ് ഈ സൃഷ്ടികളെ മുഴുവനും അവൻ സൃഷ്ടിച്ചത്. ഇന്നമാ ഖലഖഹും ലിഇബാദത്തി, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചത്. നാം നിർവഹിക്കുന്ന ഈ ഇബാദത്ത് അല്ലാഹുവിന് അതുകൊണ്ട് വല്ല നേട്ടങ്ങളുണ്ടോ? അല്ലാഹു തആലക്ക് അതുകൊണ്ട് വല്ല വിജയവുമുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു തആലക്ക് അതില്ല. ഖലഖഹും ലിഇബാദത്തി, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചു. വഹുമുൽ മുഹ്താജൂന ലിൽ ഇബാദ, ഈ ഇബാദത്തിലേക്ക് ആവശ്യക്കാർ നമ്മളാണ്, സൃഷ്ടികളാണ് ഈ ഇബാദത്തിലേക്ക് ആവശ്യക്കാർ. ശരിയായ നിലക്ക് അല്ലാഹുവിനെ ആരാധിക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ സമാധാനം, അവന്റെ സന്തോഷവും സംതൃപ്തിയും അതനുഭവിച്ച ആളുകൾക്ക് അതറിയും ചെയ്യും.
ശരിയായ അള്ളാഹുവിന്റെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം, ഈ ലക്ഷ്യം അത് നിർവഹിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് ഓരോരോ ഇബാദത്തുകളും നിർവഹിക്കുമ്പോൾ ശരിയായ നിലക്ക് നിർവഹിക്കുന്നതിനനുസരിച്ച് അവരുടെ മനസ്സിനും ശരീരത്തിനുമുള്ള ഒരു സംതൃപ്തി, സമാധാനം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. ആ ഇബാദത്ത് നിർവഹിക്കാതെ ശിർക്കും കുഫ്റും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിച്ചത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോകുന്ന മനുഷ്യരുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ, മനസ്സിന്റെ കാലുഷ്യങ്ങൾ, അതിന്റെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അവരുമായി അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയും. ഈ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന് നേടാനല്ല, സൃഷ്ടികളായ നമുക്കാണ് അതിന്റെ നേട്ടം. ലിതസ്വിലഹും ബില്ലാഹി വതർബിതഹും ബിറബ്ബിഹിം, അള്ളാഹുവിലേക്ക് നമുക്കുള്ള ബന്ധം, അള്ളാഹുവിലേക്കുള്ള ആ അടുപ്പം അത് കൂട്ടിത്തരാണ് ഈ ഇബാദത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. നാം നിർവഹിക്കുന്ന ഓരോ ഇബാദത്ത് കൊണ്ടും അള്ളാഹുവിലേക്കുള്ള സാമീപ്യം, അടുപ്പം, ആ ബന്ധം അത് കൂട്ടിത്തരാണ്. അതിനനുസരിച്ച് ഈ മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്തൊരു അഭിവൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും മനസ്സമാധാനവും ഇത് ലഭിക്കും ചെയ്യും. ഫൽ ഇബാദത്തു സിലത്തിൻ ബൈനൽ അബ്ദി വ റബ്ബി, ആരാധന, ഇബാദത്ത് അള്ളാഹുവിന്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു ബന്ധമാണ്. ഫതുഖർരിബുഹു മിനല്ലാഹ്, അള്ളാഹുവിലേക്ക് ഇവൻ അടുപ്പിക്കും. അതിന് വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക് ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ ഇഖ്ലാസിന്, അവന്റെ പ്രവർത്തനത്തിന്റെ നന്മക്കനുസരിച്ച് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫൽ ഇബാദത്തു ഹാജത്തുൽ ലിൽ ഖൽഖ്, ആരാധന എന്ന് പറയുന്ന സൃഷ്ടിയുടെ ആവശ്യമാണ്, അത് അള്ളാഹുവിന്റെ ആവശ്യമല്ല. നമ്മൾ ഇബാദത്ത് ചെയ്തു എന്ന് കരുതി അള്ളാഹുവിന് ഒന്നും കൂടുതൽ ലഭിക്കുന്നില്ല. ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദ് ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, നിങ്ങളും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും സത്യനിഷേധികളായി പോയി എന്ന് കൂട്ടിക്കൂടി. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ആരും തയ്യാറാകാതെ എല്ലാവരും സത്യനിഷേധികളായി അള്ളാഹുവിന് എതിര് ചെയ്തുകൊണ്ട് പോയി എന്ന് വെക്കുക. എന്നാലും ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അന്യാശ്രയനാണ്. ആരുടെയും ഇബാദത്ത് അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹുവിന് അതുകൊണ്ടൊരു കുറവും വരാനും പോകുന്നില്ല. അവൻ സ്തുത്യാർഹനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കപ്പെട്ടവനാകുന്നു. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങൾ സത്യനിഷേധികളാകുന്ന പക്ഷം അള്ളാഹുവിന് നിങ്ങളുടെ ഇബാദത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്യാതെ അള്ളാഹു പറഞ്ഞതനുസരിക്കാതെ പോയി എന്ന് കരുതി അള്ളാഹുവിന് ഒന്നും അവിടെ കുറവ് വരാനും പോകുന്നില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അല്പം ദീർഘമായ ഹദീസിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട്, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, എന്റെ അടിമകളെ അതിക്രമം അത് ഒരിക്കലും എന്റെ ഭാഗത്തുണ്ടാകൂല എന്ന് ഞാൻ വാക്ക് തരാൻ നിങ്ങൾക്ക്. അല്ലാഹു തആല ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്റെ അടിമകളെ ദുൽമ ചെയ്യൂല. അത് അല്ലാഹു തആല ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. അള്ളാഹിനെ നിർബന്ധിക്കാൻ ആരുമില്ല. അള്ളാഹ് സ്വയം ഏറ്റെടുക്കാൻ. അടിമകളെ ഒരു നിലക്കും അള്ളാഹ് ആക്രമിക്കുകയില്ല. ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അതുകൊണ്ട് വജഅൽതുഹു ബൈനക്കും മുഹറമൻ, നിങ്ങൾ സൃഷ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത്, അത് നിഷിദ്ധമാണ്, ഹറാമാണ്. ആരും ആരെയും ദുൽമ ചെയ്യരുത്. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരത്തിലും സമ്പത്തിലും അഭിമാനത്തിലൊന്നും ദുൽമ ചെയ്യരുതേ. ഫലാ തളാലമു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസിൽ അങ്ങനെ പറഞ്ഞു, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, നിങ്ങൾ മുഴുവനും വഴി പഴച്ചവരാണ്, ശരിയായ ദിശ അറിയാതെ പോകുന്നവരാ. ഞാൻ സന്മാർഗത്തിലേക്ക് ചേർത്ത ആളുകളൊഴിച്ച്, അതുകൊണ്ട് ഫസ്തഹദൂനി അഹദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിന് തേടി ഞാൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് ചേർത്ത് തരാം. ഇങ്ങനെ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞ് ഏകദേശം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പൂർത്തിയാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇബാദി എന്റെ അടിമകളെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാപകലുകൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. വ അന അഗ്ഫിറു ദുനൂബ ജമീഅൻ, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ മുഴുവനും തൗബയും ഇസ്തിഗ്ഫാറുമായി വരുന്ന പക്ഷെ ഞാനത് പുറത്തു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടി ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. യാ ഇബാദി എന്റെ അടിമകളെ, ഇന്നക്കും ലൻ തബ്ലുഗൂ ദർരി ഫതളുറൂനി, എന്തെങ്കിലും ഒരു ഉപദ്രവം എനിക്ക് വരുത്തി വെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. കഴിയുന്ന പക്ഷം ആളുകൾ അത് ചെയ്യാനൊക്കെ ശ്രമിക്കും. എന്തെങ്കിലും അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആളുകൾ അത് ചെയ്യും.
പക്ഷെ നിങ്ങളെ കൊണ്ടതിന് കഴിയൂല. ഫതളുറൂനി, അതേപോലെ തന്നെ വലൻ തബ്ലുഗൂ നഫഈ ഫതൻഫഊനി, എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല സൃഷ്ടികൾ, നല്ല അടിമകൾ അല്ലാഹുവിനെ നഫഈ ചെയ്യും, തയ്യാറാകും. പക്ഷെ നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും, നിങ്ങളിൽ ആദ്യം കഴിഞ്ഞു പോയവരും ഇനി വരാൻ പോകുന്നവരും, നിങ്ങളിലുള്ള മനുഷ്യരും ജിന്നുകളും, കാനു അലാ അസ്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിലാണ്, എല്ലാവരും നല്ല മുത്തഖീങ്ങളാണ് എന്ന് സങ്കല്പിക്കുക, എന്ന് വെക്കുക, എന്ന് കരുതി മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅൻ, എന്റെ അധികാരത്തിൽ അതൊന്നും കൂട്ടാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാവരും നല്ല തഖ്വയുള്ള നല്ല മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളാണ് എന്ന് കരുതി അള്ളാഹുവിന്റെ അധികാരം അതുകൊണ്ട് കൂടാൻ പോകുന്നില്ല. യാ ഇബാദി, എന്റെ അടിമകളെ, ലോ അന്ന അവ്വലക്കും വ ആഖിറക്കും, നിശ്ചയം നിങ്ങളിലുള്ള ആദ്യം കഴിഞ്ഞു പോയവരും വരാൻ പോകുന്നവരും മനുഷ്യരും ജിന്നുകളും, കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ, നിങ്ങളിലുള്ള ഏറ്റവും തമ്മാടിയായ ഫാജിറായ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിലാണെന്ന് വെക്കുക. എല്ലാവരും ചീത്ത ആളുകളായി പോയി, എല്ലാവരും പഴച്ചവരായി ദുഷിച്ചവരായി പോയി എന്ന് വെക്കുക. എന്നാ പോലും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅൻ, അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒന്നുകൂടി കുറക്കാനും പോകുന്നില്ല, ഒന്നും കുറക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ലോ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിൽ കഴിഞ്ഞു പോയ ആളുകൾ മുഴുവനും ഖിയാമത്ത് നാൾ വരെയുള്ള വരാൻ പോകുന്നവരും നിങ്ങളിലുള്ള മനുഷ്യരും ജിന്നുകളും, ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, വിശാലമായ ഒരു പ്രദേശത്ത് എല്ലാവരും ചെന്നു നിന്നു. അങ്ങനെ ഫസഅലൂനി, എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത, ഓരോ ആളുകളും അവർ ചോദിച്ചത് വിഭിന്നമായ ആവശ്യങ്ങൾ നൽകി എന്ന് വെക്കുക. എന്നാൽ പോലും മാ നഖസ ദാലിക മിമ്മാ ഇൻദി, എന്റെ ഖജാനയിൽ അല്ലാഹുവിന്റെ അടുത്തുള്ള വിഭവങ്ങൾ ഒന്നും തന്നെ കുറയുന്നില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരു സൂചി അതിനെ സമുദ്രത്തിൽ മുക്കിയെടുത്താൽ എന്താണ് ആ സമുദ്രത്തിലുള്ള വെള്ളത്തിൽ നിന്ന് ആ സൂചിമേൽ കുറയുക? എന്താ അതിമ നിൽക്കുക? എന്താണ് ആ സമുദ്രത്തിലുള്ള വെള്ളത്തിൽ കുറവ് വരിക എന്നതുപോലെയല്ലാതെ ഒന്നും കുറയൂല. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള രീതിയാണ് അവിടെ ഉപയോഗിച്ചത്. സമുദ്രത്തിൽ ഒരു സൂചി കൊണ്ടുപോയി മുക്കി ആ സൂചി ഉയർത്തിയാൽ സമുദ്ര വെള്ളത്തിൽ നിന്ന് അതിന്മേൽ ഒന്നും കുറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇതുപോലെയല്ലാതെ ഇതാണ് അള്ളാഹുവിന്റെ റിസ്കിന്റെ സ്ഥിതി. അള്ളാഹുവിന് യാതൊരു പ്രയാസമോ കുറവോ ഏറ്റമോ ഒന്നുമില്ലാതെ കഷ്ടപ്പാടില്ലാതെ വിഭവങ്ങൾ നൽകുന്നവരാണ്. സൃഷ്ടികളിലേക്ക് യാതൊരു ആവശ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ല താനും. സൃഷ്ടികളെല്ലാവരും നല്ലവരായി എന്ന് കരുതി അള്ളാഹുവിനെ നേടാനുമില്ല. സൃഷ്ടികളെല്ലാവരും പഴച്ചവരാണ് എന്ന് കരുതി അള്ളാഹുവിനോട് കുറവും പിടിപെടാൻ പോകുന്നില്ല. അങ്ങനെ ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഫമൻ വജദ ഖൈറൻ, അതുകൊണ്ട് ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാലക്കും, നിങ്ങൾ ചെയ്യുന്ന ഏത് ഇബാദത്തുകളും ത്വാഅത്തുകളും അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലിയറായി കണക്കാക്കി സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കുകയാണ്. അതിന്റെ മുഴുവനും പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അള്ളാഹുവിന് നേട്ടമില്ല. ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തി ക്ലിയറാക്കി വെക്കുന്നു. അതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകും. സുമ്മ ഉവഫീകും ഇയ്യാഹ, അതിന്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകും. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ല, നന്മയുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഏടുകളിൽ നന്മയെ കണ്ടാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. ഫമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അല്ല തിന്മയാണ് കാണുന്നത്, നന്മ കാണുന്നില്ലെങ്കിൽ സ്വന്തത്തെയല്ലാതെ കുറ്റപ്പെടുത്തരുതേ. ഓരോരുത്തരും അവനെയല്ലാതെ കുറ്റപ്പെടുത്തരുത്, മറ്റുള്ളവരെ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കരുതേ എന്ന് പറഞ്ഞു. ഈ ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത താബിഈ പ്രമുഖനായ അബൂ ഇദ്രീസുൽ ഖവലാനി റഹ്മഹുല്ലാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജസ അല റുക്ബത്തെ, രണ്ട് മുട്ടുകുത്തിയിരിക്കുമായിരുന്നു താഴ്മ കൊണ്ട്. അത്തരം മഹത്തായ ആശയങ്ങളാണ് ഈ ഹദീസിലുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഗൗരവം നമുക്ക് അറിയിച്ചു തരുന്നു. എന്ത് തന്നെ അത്യാവശ്യങ്ങൾ അടിമകളായ നമുക്കുണ്ടെങ്കിലും അത് അള്ളാഹുവിലേക്ക് മുന്നിട്ട് പരിഹാരം കാണാനുള്ള അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഖാലിഖുൻ ബിലാ ഹാജത്തിൻ, സൃഷ്ടികളിലേക്ക് യാതൊരു ആവശ്യവുമില്ല, അതോടുകൂടി അവൻ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചു. റാസിഖുൻ ബിലാ മുഅനത്തിൻ, അതല്ലെങ്കിൽ ബിലാ മഊനത്തിൻ, ഒരു അധ്വാനവും കഷ്ടപ്പാടുമില്ലാതെ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുത്തുള്ള വിഭവങ്ങളെ കുറയ്ക്കുകയോ കൂട്ടുകയോ എന്നുള്ള താല്പര്യങ്ങളൊന്നുമില്ലാതെ അവൻ വിഭവങ്ങൾ നൽകുന്നവനുമാകുന്നു.
അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മുമീതുൻ ബിലാ മഖാഫത്തിൻ ബാഇസുൻ ബിലാ മശഖത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു, അവർക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ നൽകി. അങ്ങനെ പിന്നെ അവർക്ക് കണക്കാക്കപ്പെട്ട ആ സമയം വരുമ്പോൾ മുമീതുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നവൻ. ഇതിൽ അവന്റെ കൂടെ സഹായികളായിട്ട് ആരും തന്നെയില്ല, ആരുമില്ല. മുമീതുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നവനാണ്. ബിലാ മഖാഫത്തിൻ, സൃഷ്ടികളെ പേടിച്ചിട്ടൊന്നുമല്ല മരിപ്പിക്കുന്നത്. സൃഷ്ടികളാരെങ്കിലും പേടിപ്പിച്ചിട്ട് കൊല്ലൊന്നുമല്ല. സൃഷ്ടികൾ പല ആളുകളെയും ചെയ്യുന്നത് അങ്ങനെയാണ്. കുട്ടികളെ കൊല്ലുന്ന ആളുകളുണ്ട്, കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്, കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നവരുണ്ട്. അവരുടെ വിഭവം കുറയുന്നു കരുതിയിട്ട് ഇവിടെയുള്ള അവർക്ക് ലഭിച്ചതുപോലത്തെ സുഖവും ഈ ലോകത്തുള്ള വിഭവങ്ങളും അവരിൽ പങ്കുചേരും എന്ന് കരുതിയിട്ട് അതിന് പ്രേരിപ്പിക്കുന്നവരുണ്ട്. അതിന്റെ പേരിൽ സമ്മർദ്ദം ചെലുത്തുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു, അവൻ വേണ്ടുന്ന വിഭവങ്ങൾ എല്ലാവർക്കും നൽകുന്നു. അതവനെ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരായ ആളുകളിൽ കൈ കടത്തേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യന്മാരങ്ങനെ ചെയ്യുന്നു. അവര് പേടിച്ചിട്ട് അവരുടെ വിഭവങ്ങൾ അവരുടെ കൂടെ പങ്കുവെക്കുമെന്ന് പേടിച്ചിട്ട് അവർക്കുള്ളത് കുറയുന്നു കരുതിയിട്ട്. അതേപോലെ മറ്റു ചില ആളുകൾ കുട്ടികളല്ല, വലിയ ആളുകളെ തന്നെ കൊല്ലുന്നു. അവർക്കുള്ള പല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അവർക്കുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളെ കൊല്ലുന്നവരുണ്ട് പേടിച്ചിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നത്, ആളുകളെ മരിപ്പിക്കുന്നത് പേടിച്ചിട്ടൊന്നല്ല. അല്ലാഹു തആലക്ക് ഒരു പേടിയുണ്ടായിട്ടല്ല. പക്ഷെ അവന്റെ തീരുമാനം അതാണ്. ഈ ലോകം എന്ന് പറയുന്നതും ഇതിലുള്ള വിഭവങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ്. ഒരു കാലയളവുണ്ട്. ആ കാലയളവ് കഴിഞ്ഞാൽ പിന്നീട് അത് കീഴ്പ്പെട്ടാണ് ഗതി. അത് മനുഷ്യർക്ക് മാത്രമല്ല, മറ്റുള്ള ജീവികൾക്കും സസ്യങ്ങൾക്കും ചെടികൾക്കും കായ്ക്കനികൾക്കും ഒക്കെ ഉള്ള സ്ഥിതി തന്നെയാണ്. ഒരു കാലാവധി ഉണ്ട്. ഇവിടെയുള്ളത് മുഴുവനും നശിച്ചു പോകുന്ന ലോകമാണിത്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അതിശക്തമായ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ടാകും. മനുഷ്യരെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന്റെ ത്വാഅത്തിൽ തൗഹീദും അതേപോലെ തന്നെ പ്രവാചകന്മാർ കൊണ്ടുവന്ന സുന്നത്തും അതനുസരിച്ച് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോയ ആളാണെങ്കിൽ ഈ ലോകത്ത് അവൻ മരിച്ചു എന്ന് കരുതി അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. മരണത്തോടുകൂടെ അതിവിശാലമായ സുഭിക്ഷമായ സന്തോഷകരമായ സമാധാനപ്രദമായ ലോകത്തേക്ക് എത്തിപ്പെടുകയാണ്. അവനെ സംബന്ധിച്ച് നേട്ടാണ്. മരണം എന്ന് പറയുന്നത് നേട്ടാണ്. അവർക്ക് വിജയത്തിലേക്ക് എത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിക്കാത്ത ധിക്കാരികളായി, മുശ്രിക്കീങ്ങളായി, കുഫാറുകളായി, നന്ദികെട്ടവരായി പോകുന്നവർക്കേ പേടിക്കാനുള്ളൂ. അവർക്കേ ഇവിടെയുള്ള ദുന്യാവെന്ന് മരിച്ചു എന്ന് കരുതുമ്പോൾ നഷ്ടപ്പെടുന്നതുള്ളൂ. കാലകാലത്തെ നരകത്തിലേക്ക്, ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് പോകും. ഇതാണ് ഈ മരണം എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് ദുരിതപൂർണമായ പ്രയാസകരമായ ലോകത്തിൽ നിന്ന് രക്ഷയാണ്, സുരക്ഷയായിരിക്കും. അവർക്ക് അനുഗ്രഹങ്ങളിലേക്കുള്ള ഒരു മാറി ജീവിക്കലാണ്. മുമീതുൻ ബിലാ മഖാഫത്തിൻ. ചുരുക്കത്തിൽ അള്ളാഹു ആളുകളെ മരിപ്പിക്കുന്നു. അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. ചുരുങ്ങിയ നമുക്ക് അറിയുന്നത് ഈ പറയുന്ന നിലക്ക് അതിനെ നമ്മൾ കാണുമ്പോൾ ഈ പറയുന്ന മുഅ്മിനീങ്ങളുടെ പരലോകത്തുള്ള ജീവിതവും അവിടുത്തെ സമാധാനവും സുരക്ഷയും സന്തോഷവും അനുഗ്രഹങ്ങളും കൊള്ള നോക്കുമ്പോൾ മരണം അവരെ സംബന്ധിച്ച അനുഗ്രഹമാണ്. ബിലാ മഖാഫത്തിൻ, സൃഷ്ടികളെ പേടിച്ചിട്ടൊന്നുമല്ല. അതേപോലെ ബായിസുൻ ബിലാ മശഖത്തിൻ, ആളുകളെ ബായിസുൻ, അല്ലാഹു പുനരുജ്ജീവിപ്പിക്കുന്നവനാണ്. പുനർജീവനം, മരണപ്പെട്ട് ഈ പറയുന്ന ശരീരവും ഈ ഘടനയും ഈ സംവിധാനവും അത് മുഴുവനും തകർന്ന് തരിപ്പണമായി മണ്ണോട് ലയിച്ചു ചേർന്ന് ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ. എന്നാൽ ആ ബാസ്, ആ പുനർജീവിപ്പിക്കലിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ അള്ളാഹുവിന്? ബിലാ മശഖത്തിൻ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ. സത്യനിഷേധികളായ ആളുകൾക്ക് തോന്നുകയാണ് സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു, സത്യനിഷേധികളായ ആളുകൾ വാദിച്ചു പുനർജീവിപ്പിക്കപ്പെടുകയില്ല. എങ്ങനെ മരിച്ച് മണ്ണായി നുരുമ്പി ഭൂമിയോട് ലയിച്ച് ഇതിനെ പിന്നെ എങ്ങനെ, അതിനെ പിന്നെ എങ്ങനെയാണ് മടക്കി
പുനർജീവിപ്പിക്കൽ എങ്ങനെ, രണ്ടാമത് പിന്നെ എങ്ങനെയാണ് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരിക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി, ആദ്യഘട്ടത്തിൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചു. ഒന്നുമില്ലാത്തതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഭംഗിയായ രൂപഘടനയോടുകൂടെ ഈ സൃഷ്ടികളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ച് പിന്നീട് രണ്ടാമത് പുനർജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതുമയുള്ള കാര്യമോ പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചതിൽ ബിലാ മശഖ്ഖ, യാതൊരു പ്രയാസവുമില്ലാതെ പുനർജീവിപ്പിക്കുന്നവനാകുന്നു. യുമീത്തുൽ അഹ്യാ ഇദാ കമുലത് ആജാലുഹു, അള്ളാഹു നമുക്ക് കണക്കാക്കിയ സൃഷ്ടികൾക്ക് കണക്കാക്കിയ ആ അവധി പൂർണ്ണമായാൽ പിന്നീട് ജീവികളെ, ജീവനുള്ള ഓരോന്നിനെയും അള്ളാഹു മരിപ്പിക്കും. ലാലി അന്നഹു ഖായിഫും മിൻഹും, സൃഷ്ടികളെ പേടിച്ചിട്ടൊന്നുമല്ല. മനുഷ്യരെ കൊല്ലുന്നത് പോലെ പേടിച്ചിട്ട് കൊല്ലുന്നല്ല. വിഭവങ്ങൾ പങ്കുവെക്കുമെന്ന് കരുതിയിട്ടോ എന്തെങ്കിലും മുതലെടുപ്പുണ്ട് കരുതിയിട്ട് അങ്ങനെ കൊല്ലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. വലാകിൻ ദാലിക ലിഹിക്മതിഹി സുബ്ഹാന, അല്ലാഹുവിന് അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ലിഅന്നൽ ഹയാത ഫിദ് ദുനിയാ ലഹാ നിഹായ, ഈ ലോകം ഇതിലുള്ള എല്ലാ സംവിധാനങ്ങളും അത് നശിക്കും, അതിന്റെ അന്ത്യമുണ്ട്, ഒരവസാനമുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. വഅമ്മൽ ആഖിറത്തു ഫലൈസ ലിൽ ഹയാതി ഫിഹാ നിഹായ, പരലോക ജീവിതത്തിന് പിന്നെ അന്ത്യവും അവസാനവുമില്ല, അത് കാലാകാലമാണ്. മുഅ്മിനീങ്ങളാണെങ്കിലും കുഫാറുകളാണെങ്കിലും കാലാകാലമാണ്. അപ്പൊ അവിടെ കാലാകാലത്തെ സുരക്ഷയുള്ള അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമാധാന സമ്പൂർണമായ ജീവിതത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതുള്ളൂ. അങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തആത്തിലായി കഴിച്ചുകൂട്ടുന്ന മുഅ്മിനീങ്ങൾക്ക് മരണം എന്നുള്ളത് ഖൈറായിരിക്കും. അവരെക്കുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നന്മയായിരിക്കും. ഫഇമാതതുഹും ലൈസ ഖൗഫൻ മിൻഹും, അല്ലാഹു അവന്റെ സൃഷ്ടികളെ പേടിച്ചിട്ടോ ഔ ലയസ്തരിഹ മിൻഹും, അതല്ലെങ്കിൽ അല്ലാഹുവിന് സൃഷ്ടികൾക്കൊന്ന് പോയിട്ട് ഒരു ആശ്വാസം കിട്ടാനോ, ഇതൊന്നുമല്ല. വലൗ കാനു യക്ഫുറൂന ബിഹി, ഇനിയിപ്പോ ഈ പറയുന്ന സൃഷ്ടികളൊക്കെ മുമ്പ് ഹദീസിൽ കേട്ടതുപോലെ എല്ലാവരും സത്യനിഷേധികളാണ് എന്ന് കരുതി അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉപദ്രവവുമില്ല. അതുകൊണ്ട് തന്നെ ആശ്വാസത്തിന്റെ പ്രശ്നം അവിടെ വരുന്നുമില്ല. അള്ളാഹു മരിപ്പിക്കും. ലാകിന്നഹു, പക്ഷേ ലിഅന്നഹു യജിബു യുരീദു ലഹുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളാണ് ഫുജ്ജാറുകളാണ് എന്ന് കരുതി അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന് അത് ഇഷ്ടമാണ് എന്നല്ലാതെ അള്ളാഹുവിനാരെ കൊണ്ടും അവരുടെ സത്യനിഷേധം കൊണ്ടോ കുഫ്ർ കൊണ്ടോ ശിർക്ക് കൊണ്ടോ പാപങ്ങൾ കൊണ്ടോ അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നഷ്ടവും അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു കുറവും പിടിപെട്ടിട്ടൊന്നുമല്ല. ഇതാണ് പറഞ്ഞത് മുമീത്തുൻ ബിലാ മഖാഫത്തിൻ, സൃഷ്ടികളെ പേടിച്ചിട്ടൊന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കും. അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതേപോലെ ബാഇസുൻ, എല്ലാ സൃഷ്ടികളെയും പുനരുജ്ജീവിപ്പിക്കുന്നവനുമാകുന്നു. ബിലാ മശഖത്തിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടില്ല. അത് അള്ളാഹുവിന്റെ അപാരമായ കഴിവിന്റെ തെളിവാണത്. അന്നഹു യുമീത്തുൽ ഖൽഖ വയുഫ്നീഹിം, സൃഷ്ടികളെ അള്ളാഹു മരിപ്പിക്കും, അങ്ങനെ അത് മുഴുവനും നശിപ്പിക്കും. അതൊക്കെ മണ്ണിനോട് ചേർന്നതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പുതിയ ഒരു ജീവികളായിക്കൊണ്ട് ഈ പറയുന്ന ഘടനയോടുകൂടെ അതിനെ മുഴുവനും പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത്. സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു, സത്യനിഷേധികൾ വാദിച്ചു അള്ളാഹു അവരെ പുനരുജ്ജീവിപ്പിക്കുകയില്ല എന്നുള്ളത്. അല്ലൻ യുബഅസു ഖുൽ ബലാ വറബ്ബി ലതുബഅസുൻ, ഖുൽ നബിയെ പറയുക, ബലാ അതെ, വറബ്ബി എന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതുബഅസുന്ന നിശ്ചയം നിങ്ങളെ മുഴുവനും പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, പിന്നെ ഈ ലോകത്ത് എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്നുള്ളത് മുഴുവനും നിങ്ങൾക്ക് വിവരം നൽകപ്പെടും. ചോദ്യവും വിചാരണയും പ്രതിഫലവും ഉണ്ടാകും. വദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹുവിന് അതിൽ യാതൊരു പ്രയാസവും ഇല്ലാത്ത കാര്യമാണ്. തുടക്കത്തിൽ ഒന്നുമില്ലാത്തതിലും സൃഷ്ടിച്ചതിലേക്ക് നിങ്ങളൊന്ന് നോക്കി അതുകൊള്ള അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സൃഷ്ടികളായ നമ്മുടെ കാര്യങ്ങൾ, മുമ്പൊന്നും ഇല്ലാത്തൊരു കാര്യം അതോടെ വന്നാൽ പിന്നീട് അത് നശിപ്പിച്ചതുപോലെ ഒന്ന് തട്ടിപ്പടച്ചുണ്ടാക്കുക എന്നുള്ളത് സൃഷ്ടികളായ നമ്മെക്കൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മോഡൽ ഇവിടെ ഉണ്ട്, ഒരു സാമ്പിൾ ഉണ്ടാകും, എളുപ്പമാണ്. സത്യനിഷേധികൾ അവരുടെ യുക്തിഹീനമായ ബുദ്ധി കാരണം അവർ പറയാണ് എങ്ങനെ ഇതൊക്കെ മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലാത്തതിന് ഖുൽ മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്നാണ് അവർ പറഞ്ഞത്. മണ്ണിനോട് ചേർന്ന എല്ലുകളൊക്കെ എങ്ങനെയാണ് പിന്നീട് ജീവൻ കൊടുത്ത് അതിനെ പുനരുജ്ജീവിപ്പിക്കൽ എങ്ങനെയാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞു, ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ,
ആദ്യ സമയത്ത് ഒന്നുമില്ലാത്ത സമയത്ത് ഇതിനൊക്കെ ഉണ്ടാക്കിയില്ലേ, സൃഷ്ടിച്ചില്ലേ? അവനാണ് ഇത് രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അത് യാതൊരു പ്രയാസവുമില്ലാത്തതാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനസിയ ഖൽഖഹു. മനുഷ്യൻ ഈ പുനർജീവനത്തിനെ സംബന്ധിച്ച് സംശയം പറയുന്ന, പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ് എന്ന് സംശയം ചോദിക്കുന്ന ആളുകൾ വനസിയ ഖൽഖ, അവന്റെ സൃഷ്ടിപ്പിനെ മറന്നു പോവുകയാണ്. തുടക്കത്തിൽ ഒന്നുമില്ലായിരുന്നു, ഒരു മോഡലും ഇല്ല, ഒരു രൂപവുമില്ല. ഇങ്ങനത്തെ യാതൊരു സംവിധാനം ഇല്ലാത്തതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ സൃഷ്ടികളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നത്. ആ അള്ളാഹുവിനെ ഇതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് യാതൊരു പ്രയാസവും ഇല്ലാത്ത കാര്യങ്ങളാണ്. വമിൻ ആയാതിഹി അൻ തഖൂമ അസ്സമാഉ വൽ അർളു ബിഅംരിഹി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടത് ആകാശഭൂമികളൊക്കെ അവന്റെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെ നിന്നു പോകുന്നത്. അങ്ങനെ സുമ്മ ഇദാ ദഅാകും ദഅവതൻ മിനൽ അർളി ഇദാ അൻതും തഖ്റുജൂൻ. അങ്ങനെ മരിച്ച് സൂർ എന്ന് പറയുന്ന കാലത്തുള്ള ഊത്തോടുകൂടെ ഒക്കെ തകർന്ന് തരിപ്പണമായി മരിച്ചുപോയി, നശിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൽ ഊതുമ്പോ ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون. രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളത്തിൽ ഊതുമ്പോ ഭൂമിയിൽ നിന്ന് ഓരോരോ ആളുകളും അവർ പൂർണ്ണമായ രൂപത്തോടുകൂടെ ജീവനോടുകൂടെ ഭൂമിയുടെ പുറഭാഗത്തേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ബഅസ് എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുകൊണ്ടുള്ള ഭാഗങ്ങളിൽ അല്ലാമ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആ ഭാഗങ്ങൾ നമ്മൾ കുറച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ്.